സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഇപ്പം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ്. മിക്കവാറും ഒരു 40+ ആവുമ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നത്. ഫസ്റ്റ് ഒരു നെക്ക് പെയിനില്ല, കഴുത്ത് വേദനയിൽ തുടങ്ങി പിന്നെ ഷോൾഡർ, കൈകളിലേക്കൊക്കെ ആ വേദന വ്യാപിക്കും. ഇത് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ സാധിക്കില്ലെങ്കിലും ചെറിയ വ്യായാമങ്ങളിലൂടെ ഇതിനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. നമസ്കാരം, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഞാൻ ലവ്ലി ഷാജി, യോഗ ട്രെയിനർ ആൻഡ് നാഷണൽ യോഗ റെഫറി. അപ്പം ഇന്നത്തെ വീഡിയോ ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് മൂലമുണ്ടാകുന്ന കഴുത്തിൻ്റെയും ഷോൾഡറിൻ്റെയും പെയിന് കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ ലളിതമായ എക്സസൈസുകളാണ്. അപ്പം ഇത് ഡെയിലി ചെയ്യുന്നത് വഴി നമുക്ക് ഇതിനെ മാനേജ് ചെയ്ത് ഒരു വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് എക്സസൈസ്, സാവധാനം നമ്മൾ കഴുത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്യിക്കുക. വളരെ സാവധാനം ചെയ്യണം. നെക്ക് പെയിൻ കൂടുതലുള്ള സമയത്ത് അവോയ്ഡ് ചെയ്യുക. ചെറിയ വേദനയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. വളരെ സ്ലോലി നമ്മൾ മാക്സിമം നമുക്ക് എത്ര തിരിക്കാൻ പറ്റുന്നു, നമ്മുടെ ഷോൾഡറിൻ്റെ അപ്പുറത്തോടെ നമ്മൾ എന്തെങ്കിലും നോക്കുന്ന പോലെ ആ ഒരു പൊസിഷനിൽ റൈറ്റിലേക്ക് തിരിച്ചു. ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വളരെ സാവധാനം വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു. മാക്സിമം നമുക്ക് പറ്റുന്ന അത്ര. വീണ്ടും 2 സ്ലോലി. വീണ്ടും ഇതൊരു മിനിമം 5 പ്രാവശ്യം ചെയ്യണം. ഞാൻ വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ട് ഒരു 3 ടൈംസ് ചെയ്ത് നിർത്തുന്നു. ഓക്കെ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൾ മൂവ് ചെയ്യിച്ചു. അതിനുശേഷം നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യിക്കാം. കഴുത്ത് വളരെ സാവധാനം ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. വീണ്ടും സാവധാനം കഴുത്ത് താഴ്ത്തി നമ്മുടെ താടി ചെസ്റ്റിൽ മുട്ടിക്കുക. ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. വീണ്ടും ഇനി അപ്വേഡ് പോകുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് പോവുക. ഡൗൺവേഡ് മൂവ്മെൻറ്റിൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മൂവ് ചെയ്യുക. ശ്വാസം എടുത്ത് നേരെ വന്നു. ഇനി നമുക്ക് 2 സൈഡിലേക്കും ഇങ്ങനെ തല താക്കാം. കൂടെ നമുക്ക് പതുക്കെ കൈകൊണ്ടൊന്ന് ഈ സൈഡിലേക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്ത് നല്ലൊരു സ്ട്രെച്ചിങ് വരും. നെക്ക് വേദനയുള്ളപ്പോൾ നമ്മൾ മൂവ് ചെയ്യിക്കാതെ ഇരിക്കും. അപ്പോൾ അത് വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ എക്സസൈസുകളെല്ലാം നമ്മുടെ നെക്ക് ഏരിയയിൽ നല്ല മൊബിലിറ്റി വരാൻ സഹായിക്കുന്ന എക്സസൈസുകളാണ്. വീണ്ടും ഏതാനും സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. അധികം ഫോഴ്സ് ചെയ്യണ്ട. നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡ്. ഇവിടുത്തെ ആ സ്ട്രെച്ചിങ് നിങ്ങളൊന്ന് ഫീൽ ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി. ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. റിലാക്സ് ചെയ്യുക. ഇനി ഷോൾഡറിൻ്റെ ഭാഗം ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്ക് മൂവ് ചെയ്യിക്കാം. ഷോൾഡർ ഉയർത്തി
സാവധാനം ഊജിയിരിക്കുക. ഇത് കൂടുതൽ സമയം ഒരു 10 തവണയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഷോൾഡറിന് നല്ല മൊബിലിറ്റി വരും. അവിടുത്തെ ഇൻഫ്ലമേഷനൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. നെക്സ്റ്റ് വൺ, കൈകൾ രണ്ടും ഇങ്ങനെ വയ്ക്കുന്നു. ദെൻ ഇങ്ങനെ ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടെ ടച്ച് ചെയ്യിച്ച് വീണ്ടും ബാക്കിലേക്ക് മാക്സിമം കൊണ്ടുപോവുക. തിരിച്ച് ഇത് ഈ ഭാഗത്തെ മൂവ്മെൻറ്റിന് നല്ലതാണ്. ഇനി സിംപ്ലി നമ്മൾ ഇങ്ങനെ ചെയ്യുമല്ലോ, അതും ചെയ്യാം. ഇതും ഈ ഭാഗത്തെ ജോയിൻസിന് മൂവ്മെൻറ്റ് വരാനും അവിടുത്തെ നീർക്കെട്ട് മാറാനും ഒക്കെ സഹായിക്കും. എല്ലാ എക്സസൈസുകളും നമ്മൾ നട്ടിൽ നിവർന്നിരുന്ന് ചെയ്യുക. ചെയറിലിരുന്നിട്ടും ചെയ്യാം. ഇപ്പോൾ ഓഫീസിലൊക്കെ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ, സ്പോണ്ടിലോസിസ് ഉള്ള ആൾക്കാർ എപ്പോഴും ഒരു ലോവർ ബാക്കിൽ ഒരു കുഷ്യൻ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ ടെയിൽ ബോണ് ചെയറിൻ്റെ ബാക്കിൽ പ്രസ് ചെയ്തായിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതായത് സ്പൈൻ എപ്പോഴും നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഇങ്ങനെ കുഞ്ഞി അല്ലെങ്കിൽ ചാരിക്കിടന്നു ദീർഘനേരം ഇരിക്കുന്നത് ഈ സ്പോണ്ടിലോസിസ് മൂലമുള്ള പെയിന് വഷളാകാൻ കാരണമാകും. അപ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നെക്കിലൊരു സപ്പോർട്ട് കൊടുത്ത് ചെയറിലെ നെക്ക് സപ്പോർട്ടോട് കൂടി ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ കിടക്കുന്ന സമയത്താണെങ്കിലും എപ്പോഴും കനം കുറഞ്ഞ പില്ലോ, ഇത് തല ഉയർത്തി വെക്കാതെ കനം കുറഞ്ഞ പില്ലോ വെച്ചിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത എക്സസൈസ്, കൈകളിങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ഓപ്പോസിറ്റ് നമ്മൾ നോക്കുക, ഹോൾഡ് ചെയ്യുക. അതിന് നേരെ തിരിച്ച് വീണ്ടും ഓപ്പോസിറ്റ്. തവണ റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെയൊന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇതുമൊക്കെ നമ്മുടെ സ്പൈനിൻ്റെ ഹെൽത്തിനും അതുപോലെ ഈ ഭാഗത്ത് വെർട്ടിബ്രെ അതിൻ്റെയൊക്കെ ഒരു ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ കഴുത്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം. One, two, three, opposites. 1, 2, 3. ഓക്കെ, നെക്സ്റ്റ് വൺ, കൈകൾ കോർത്ത് തലയുടെ പിറകിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ദീർഘമായ ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കുനിയുക. ശ്വാസം എടുത്ത് ഉയരുക. ശ്വാസം വിട്ടുകൊണ്ട് താഴുക. ഒന്നുകൂടി. ഓക്കെ, ഇനി നമുക്ക് ഈ കൈ ഈ ഭാഗത്ത് വെച്ചിട്ട് തല ഇങ്ങോട്ട് പ്രസ് ചെയ്യുക. കൈ കൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് പുഷ് ചെയ്യുക. വീണ്ടും
മറ്റേ സൈഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്തു. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന മറ്റൊരു എക്സസൈസാണ്. വെറുതെ കൈ മൂവ് ചെയ്യിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സസൈസാണ്, രാത്രി കിടക്കുമ്പോൾ വളരെ കനം കുറഞ്ഞ പില്ലോ വയ്ക്കുക. എന്നിട്ട് മലർന്ന് കിടന്നിട്ട് പില്ലോയിലേക്ക് നമ്മുടെ തല പ്രസ് ചെയ്യിക്കുക. 2 സെക്കൻഡ് പ്രസ് ചെയ്യിക്കുക, റിലീസ് ചെയ്യുക. അങ്ങനെ പില്ലോയിലോട്ട് ഫോഴ്സ് ചെയ്ത് തല കൊണ്ട് 2-3 തവണ ഇങ്ങനെ പ്രസ് ചെയ്യിക്കുക, റിലീസ് ചെയ്യുക. അങ്ങനെ ചെയ്യുക. താടിയപ്പം പ്രസ് ചെയ്യുമ്പോൾ താടി ഇങ്ങനെ അല്പം താഴോട്ടാവും. ആ ഒരു എക്സസൈസും കിടക്കുന്ന സമയത്ത് ചെയ്യുന്നത് നല്ലതാണ്. ഒക്കെ ഈ എക്സസൈസുകളൊക്കെ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുക. അതുപോലെ നമ്മൾ ഫുഡിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഫുഡ് നമ്മൾ ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഫിഷ്, അങ്ങനെയുള്ള മീനുകൾ ധാരാളം കഴിക്കുക. അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക. വാട്ടർമെലൺ, അതുപോലെ മാതള നാരങ്ങ, ബെറി, ഇതൊക്കെ നമ്മളുടെ ഇത്തരമുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഫുഡാണ്. പിന്നെ കാൽസ്യം, വൈറ്റമിൻ ഡി എൻറിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ഉപയോഗിക്കുക. നമ്മുടെ ബോൺ ഹെൽത്തിനെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കി നിലനിർത്തുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ സ്പോണ്ടിലോസിസ് കൊണ്ട് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ പ്രയോജനമുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. Till then.